ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും വീണ്ടും വരുമെന്ന് അളിച്ചതനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഷ്ടാനവാഴ്ചയിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്: നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നുണ്ടോ എന്ന്. ആയതിനാൽ ഇന്നത്തെ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ക്ഷമാപൂർവം ഇടപെടുക എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് 3 സുവിശേഷം 21 അധ്യായം 19 വാക്യത്തിൽ പ്രകാരം പറയുന്നു: നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ആത്മാവിൻ്റെ സുഹൃത ഫലത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സുഹൃത ഫലമാണ് ദീർഘക്ഷമ. ക്ഷമ എന്ന പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം വിട്ടുകളയുക എന്നതാണ്. എന്താണ് ക്ഷമ? കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന്. ഒരാൾക്ക് കടം കൊടുത്തിട്ട് തിരികെ ചോദിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുന്ന അവസ്ഥ, ഇതൊക്കെയും ഈ കഷ്ടാനുവാഴ്ചയിൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് നാം ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് അതിനുള്ള മനസ്സ് ഇല്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ ഒരു രൂപാന്തരപ്പെടുത്തി നമ്മെ തന്നെ അതിനായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള സമയമാണ് ഇത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. നിസ്വാർത്ഥ സ്നേഹം ആണ് യഥാർത്ഥ ക്ഷമയുടെ അടിസ്ഥാനം. നമ്മുടെ പരിസ്ഥിതിയാണ് നമ്മെ രോഗിയാക്കുന്നത്, BP ഉയർത്തുന്നത്. ക്ഷമ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കാലിഫോർണിയയിലെ സാന്റിയാഗോ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനമുണ്ട്. ക്ഷമ കൊണ്ട് നേട്ടം ഉണ്ടാകുമ്പോൾ കോപം കൊണ്ട് നഷ്ടം ഉണ്ടാകുന്നു. ഒരു നല്ല വിശ്വാസിയുടെ അടയാളമാണ് ക്ഷമ. ബുദ്ധിമാന്റെ സുഹൃത്താണ് ക്ഷമ എന്ന് ഈ യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ നിന്നും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആവശ്യത്തിലേറെ ക്ഷമാപണം നടത്തുന്ന രാജ്യമാണ് ബ്രിട്ടൻ. എക്സ്ക്യൂസ് മീ, സോറി എന്ന വാക്കുകൾ തങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾക്ക് പോലും അവർ ഉപയോഗിക്കുന്നു. ഒരു ബ്രിട്ടീഷുകാരൻ ശരാശരി ഒരു ദിവസം 8 തവണ സോറി എന്ന പദം ഉപയോഗിക്കുന്നതായി സർവേ പറയുന്നു. വിശുദ്ധ ബൈബിളിൽ 2 രാജാക്കന്മാർ 7 അധ്യായം 3 മുതൽ 10 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ 4 കുഷ്ഠരോഗികളുടെ ക്ഷമയുടെ പ്രതിഫലനമാണ് അവിടെ നടന്നത്. കുഷ്ഠം നിറഞ്ഞ് അവരെ ദേശത്തു നിന്നും പുറത്താക്കിയിരുന്നു. എന്നാൽ ക്ഷാമം അനുഭവിക്കുന്ന ജനതയെ സഹായിക്കുന്നതായി നമുക്ക് കാണാം. അതിൻ്റെ അവർക്ക് ഞങ്ങളെ വെളിയിൽ ആക്കിയതാണല്ലോ, പിന്നെ എന്തിന് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ അവർ ക്ഷമാപൂർവം ഇടപെട്ട് ആ ദേശത്തിൻ്റെ ക്ഷാമം ഇല്ലാതാക്കുന്നതായാണ് ഈ വേദഭാഗം നമ്മൾ കാണുന്നത്. ക്ഷമ ദൈവത്തിൻ്റെ ഭാവമാണ്, കോപം സാത്താൻ്റെയും. ഉദാഹരണം, റോസാപ്പൂവിനെ നോക്കുക. അത് വളരുന്നത് മുള്ളുകളുടെ ഇടയിലാണ്. എന്നാൽ അതിൻ്റെ സ്ഥാനം നേതാക്കന്മാരുടെയും പ്രമുഖന്മാരുടെയും സദസ്സിൽ ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. പുല്ലിനെ നോക്കുക, അത് വളരെ നിവർന്നു നിൽക്കുന്നു. എവിടെ ആണ് എത്തിച്ചേരുന്നത്? കഴുതകളുടെയും മറ്റു മൃഗങ്ങളുടെയും ത്വരത്തിൽ എത്തി ചവിട്ടേറ്റ് അവഹേളനയുടെ ചിഹ്നമായി ആ പുല്ല് മാറുന്നതായി പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. യേശു പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ 7 അപേക്ഷകളുണ്ട്. അതിൽ ഒന്ന് ക്ഷമയെ പറ്റിയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6 അധ്യായം 9 മുതൽ 13 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പ്രത്യേകിച്ച് 6:12. മദർ തെരേസ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ക്ഷമിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചാലല്ലാതെ നിങ്ങൾക്ക് യഥാർത്ഥമായി സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്ന്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 3 മുതൽ 5 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ ഇവിടെ യാക്കോബിന്റെ മകനായ യോസേഫിനെ കുറിച്ച് തിരുവചനത്തിൽ പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം. അവൻ്റെ സഹോദരങ്ങൾ ലാസ്റ്റിൽ ഈജിപ്തിലേക്ക് വിറ്റുവെങ്കിലും അവൻ പിന്നീട് ആ സഹോദരങ്ങളെ കാണുമ്പോൾ അതൊക്കെയും മനസ്സിൽ വെക്കാതെ ക്ഷമാപൂർവം ഇടപെടുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ലോകത്തിനെ മാറ്റിമറിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല, എന്നാൽ നമ്മിൽ മാറ്റം വരുത്തുവാൻ നമുക്ക് സാധിക്കും. നമ്മിൽ നിന്ന് ആണല്ലോ
സമൂഹവും രാഷ്ട്രവും ജനിക്കുന്നത് എന്നുള്ള ഈ കാര്യം നമ്മൾ മറക്കാതെ നമ്മുടെ മനസ്സിൽ ഓർക്കുന്നുവെങ്കിൽ നമുക്ക് ഈ കഷ്ടാനുഭവ ആഴ്ച അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ക്ഷമാപൂർവ്വം മറ്റുള്ളവരോട് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് കർത്താവെ എനിക്ക് നല്ലൊരു മനസ്സ് തരണമേ എന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ കഷ്ടാനുവാഴ്ചയിലെ ദീർഘമായ പ്രാർത്ഥനകളൊക്കെയും നമ്മൾ കൃത്യമായി നടത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെ അതിനായി അനുഗ്രഹിക്കുകയും ബാക്കിയുള്ള നമ്മുടെ ജീവിതം വളരെ സന്തോഷപ്രദമായി അനുഗ്രഹപ്രദമായി ജീവിച്ച് നിത്യതയിലേക്ക് നമുക്ക് കടന്നു പോകാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയും മറ്റുള്ളവരോട് ക്ഷമയോടുകൂടി ഇടപെടുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അവസരം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.